Welcome back to the videos. Today we start with a new chapter, partial differential equations. So last videos നമ്മൾ ordinary differential equations ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഓർഡർ പറഞ്ഞു, then higher order differential equations പറഞ്ഞു, മെയിൻലി സെക്കൻഡ് ഓർഡറിലെ സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ പക്ഷേ ആദ്യം പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല എന്നല്ല, ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുന്നുള്ളൂ. അത്രയും ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ, ചെറിയ ഒന്ന് രണ്ട് പ്രോബ്ലം മാത്രമേ. കാരണം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ബ്രാഞ്ചാണ്, അതിൻ്റെ സൊല്യൂഷനും കാണണം എന്നൊക്കെ പറഞ്ഞാൽ ഓർഡിനറിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ. അതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നൊക്കെ പറയും. ഫിസിക്സിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓർഡിനറിനേക്കാൾ കൂടുതൽ നമ്മൾ ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള ഒരുപാട് ഇക്വേഷൻസ്, ഹീറ്റ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ അതൊക്കെ പാർഷ്യൽ ഫോമിലാണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് വരിക. ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനേക്കാൾ കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നതും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീപ്പിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മളൊരു പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നതിന് എങ്ങനെയാണ്, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇപ്പോൾ യു ഈസ് ഡിപെൻഡന്റ് ബോത്ത് എക്സ് ആൻഡ് വൈ അല്ലേ. നമ്മൾ നോർമലി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യാന്നുള്ള വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അവിടെ ഒരു ഡിപെൻഡന്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു വേരിയബിൾ, ഇപ്പോൾ യു എന്നുള്ള വേരിയബിൾ ഡിപെൻഡന്റ് ടു ബോത്ത് എക്സ് ആൻഡ് വൈ, അതായത് മിനിമം രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിളെങ്കിലും അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഒക്കെ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിന് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഓർഡിനറി ഡെറിവേറ്റീവ് ഉള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അതല്ല പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അതിനെയാണ് ആ കേസിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഒരുപാട് ഡീപ്പിൽ നമ്മൾ പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് പറയുന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓർഡിനറിയിൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിലും ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒക്കെ ചെയ്യും, നോൺ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസാണ് പറയുന്നത്. ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, നമ്മൾ ഓർഡിനറിയിൽ എന്താണോ ലീനിയർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് അതേ സെയിം കൺസെപ്റ്റാണ് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ വരുന്നു മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ലീനിയർ എന്ന് ഓർഡിനറിയിൽ പറയുന്നത് എന്താണ്, അവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ പവർ 1ൽ കൂടുതലാകാൻ പാടില്ല, അതല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പോൾ വൈ ഡബിൾ ഡാഷ് അതിൻ്റെ ഒന്നും പവർ 1ൽ കൂടുതൽ വരാൻ പാടില്ല, വൈ ഡബിൾ ഡാഷ് സ്ക്വയർ അങ്ങനെയൊന്നും നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ വരാൻ പാടില്ല. അതേപോലെ തന്നെ വൈ ഡാഷ് ഇൻറ്റു വൈ അതല്ലെങ്കിൽ വൈ ഡാഷ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് അങ്ങനെ ആ ടേംസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, അങ്ങനെ എഴുതുന്നൊരു ഫോമുലയാണ് നമ്മൾ ലീനിയർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവിടെ ശരിക്കും പറയുന്നുണ്ടായിരുന്നു ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമായിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്, എൻ ഓഫ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു എൻ പ്ലസ് an-1 of x into y raised to n-1 etc. plus a1 of x into y dash plus a0 of x into y is equal to some g of x. ഇതാണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അതായത് ഇവിടെയൊക്കെ y raised to n, y raised to n-, ഇതിൻ്റെയൊക്കെ പവർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. എല്ലാത്തിൻ്റെയും പവർ എന്ന് പറയുന്നത് 1 ആണ്. അതേപോലെ തന്നെ ഇവിടെ വൈ ഡാഷ് അങ്ങനെ ടേംസുകൾ തമ്മിലൊന്നും മൾട്ടിപ്ലൈ ചെയ്യുക ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓർഡിനറിൻ്റെ കേസിൽ. അതേ കൺസെപ്റ്റ് തന്നെയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിലാണെങ്കിലും പറയുന്നത് നമ്മൾ. ബൈ ഡെഫിനിഷൻ എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വിച്ച് ദ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പിയർ ഓൺലി ടു ദി ഫസ്റ്റ് പവർ ആൻഡ് ആർ നോട്ട് മൾട്ടിപ്ലൈഡ് ടുഗദർ. ഓക്കെ, ഇവിടുത്തെ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണോ അതും അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ മൾട്ടിപ്പിൾസോ അല്ലെങ്കിൽ അതിൻ്റെ പവർ 1ൽ കൂടുതലോ വരാൻ പാടില്ല. അങ്ങനെയുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ എഴുതേണ്ടത്. ഇൻ വിച്ച് ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അപ്പിയർ ഓൺലി ടു ദി ഫസ്റ്റ് പവർ ആൻഡ് ആർ നോട്ട് മൾട്ടിപ്ലൈഡ് ടുഗദർ ഈസ് കോൾഡ് എ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. PD എന്ന് പറയാം കേട്ടോ, മറ്റേ നമ്മൾ OD എന്ന് പറയും, ഇത് നമ്മൾ PD എന്ന് പറയും, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്
പി ഡി എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ബ്രാഞ്ചാണ്. അപ്പോൾ നമ്മൾ മെയിൻലി ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, എന്താണ് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ യു ആണ് നമ്മളുടെ ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ, രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് എക്സും വൈ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, യു ഡിനോട്ട് ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണെങ്കിൽ ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഫോം എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഓർഡർ ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയുന്നത് യു ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, യു ഡിപ്പെൻഡന്റ് ടു എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സും വൈ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, യു ഓഫ് എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മളൊരു സെക്കൻഡ് ഓർഡർ ആണ് എഴുതുന്നത്. അപ്പൊ സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? മാക്സിമം നമുക്ക് സെക്കൻഡ് ഓർഡർ വരെയാണ് വരാൻ പാടുള്ളത്. അപ്പൊ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? നമുക്ക് ആദ്യം ഈ യു എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ഉണ്ടാവും? ആദ്യം യു വിത്ത് റെസ്പെക്ട് ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ട്. ഓക്കെ, ദെൻ ഏതാണുള്ളത്? നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഏതൊക്കെയാണ്? നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്? ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഉണ്ട്. ഇത്രയും കേസുകളുണ്ട് നമുക്ക് പാർഷ്യൽ. ഇനി തിരിച്ച് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് എഴുതണമെന്നില്ല കേട്ടോ, രണ്ടും സെയിം ആണെന്ന് മുന്നേ പഠിച്ചതാണ്. സോ ഇത്ര 5 ഡെറിവേറ്റീവ്സ് തന്നെ ഓക്കർ ചെയ്യുന്നുണ്ട്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് തന്നെ 5 ഓക്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ ആണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ ആണ്. അതിന്റെ ഡെറിവേറ്റീവ്സ് ഇത്രയും 5 ഡെറിവേറ്റീവ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും വേണം. ലീനിയർ സെക്കൻഡ് ഓർഡർ പി ഡി എന്ന് പറയുമ്പോൾ മാക്സിമം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ എല്ലാ ടേംസും ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല, ചിലപ്പോൾ എല്ലാ ടേംസും ഉണ്ടാവാം. ഓക്കെ, ഇതിന്റെ ഒന്നും മൾട്ടിപ്പിൾസും വരാൻ പാടില്ല, പരസ്പരം മൾട്ടിപ്പിൾ ചെയ്യാനും പാടില്ല, അതിനൊന്നും പവർ 1ൽ കൂടുതലാവാനും പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല ലീനിയർ സെക്കൻഡ് ഓർഡർ പി ഡി എങ്ങനെ എഴുതാണെന്നറിയോ? എ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ സെക്കൻഡ് ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്? ഡി ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡി ഇ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് എഫ് ഇൻറ്റു യു ഓഫ് എക്സ് വൈ. ഓക്കെ, ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇതാണ് ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. എ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഇ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് എഫ് ഇൻറ്റു യു ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് വൈ, where capital A, B, C, D, E, F and G are constants or functions of X and Y. A, B, C, D, E, F ഇവിടേക്കുള്ള എഴുതിയ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ കോൺസ്റ്റൻസ് ആവാം, അതല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതൊക്കെയാണ്? എക്സും വൈ ആണ്. സോ ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആവും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇല്ലേ, ഇത് നമ്മൾ സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, നമ്മുടെ ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? a2 ഓഫ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് a1 ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് a0 ഓഫ് എക്സ് ഇൻറ്റു y is equal to some f of xy. നമ്മൾ സെക്കൻഡ് ഓർഡർ ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്രയേ ഉള്ളൂ. ആ സ്ഥലത്ത് നമുക്കതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവുമ്പോൾ ഇത്രയും ടേംസ് വരുന്നുണ്ട്.
അപ്പോൾ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഓരോ ഡെറിവേറ്റീവിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ഓർഡിനറി ഡെറിവേറ്റീവ് ആണ്. ഇവിടെ ഇപ്പോൾ എട്ട് ഓഫ് എക്സ് A1 x എഴുതിയെടുത്താണ് കേട്ടോ. ഇവിടെ ക്യാപിറ്റൽ ABC അങ്ങനെ എഴുതിയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സൊല്യൂഷൻ കാണുന്നിടത്തും ഇതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും, അത്രയും ചെയ്യാനുണ്ടാവും നമുക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ PD എന്ന് പറയുന്നൊരു വലിയ ബ്രാഞ്ചാണ്. അപ്പോൾ അത്രയും ഡീപ്പിൽ നമുക്കിപ്പോൾ ഇവിടെ പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു 0, f(x, y) ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മളൊരു ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. നോൺ സീറോ ആണെങ്കിൽ നോൺ ഹോമോജീനിയസ് എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിലും g(x, y) ഈക്വൽ ടു 0 ആണെങ്കിൽ RHS ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെന്ത് പറയും നമ്മൾ? ഇത് ഹോമോജീനിയസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഒരു നോൺ ഹോമോജീനിയസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയും. ഇനി പിന്നെ പറയാനുള്ളത് ഈ ഇക്വേഷൻ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്കൊരു മാക്സിമം ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ PD എഴുതുമ്പോൾ ഇത്രയും ടേംസ് ആണ് വരിക എന്നുള്ളതാണ് പറഞ്ഞത്. സെക്കൻഡ് ഓർഡറും ഫസ്റ്റ് ഓർഡറും കൂടെ ആയിട്ട് ഇത്രയും ഡെറിവേറ്റീവ്സ് ആണ് ഇതിനകത്ത് ഒക്കെ ചെയ്യുക. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ തരുന്ന സമയത്ത് എല്ലാ ടേംസും ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, ചില ടേംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം നിങ്ങൾ ഹീറ്റ് ഇക്വേഷനും വേവ് ഇക്വേഷനും ഒക്കെ പഠിച്ചിട്ടില്ലേ? (2u/(x)² + (2u/(y)² ഈക്വൽ ടു 0. അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ ശരിക്കും എന്താണ്? ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ആ കേസിൽ ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ടേംസും എക്സിസ്റ്റ് ചെയ്തോളൊന്നും ഉണ്ടാവില്ല ഒരു സെക്കൻഡ് ഓർഡർ PD നമ്മൾ എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസേ നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും നമ്മളെടുത്ത് ചോദിക്കുക. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലീനിയർ PDന്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇനി ഇതിനെ ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ PDന്റെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഫർദറായിട്ട് പറയാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ഓർഡർ ലീനിയർ PD വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ PD തന്നെ ഈ കോഎഫിഷ്യൻസ് കോൺസ്റ്റന്റ്സ് ആവാം, അതല്ലെങ്കിൽ എക്സും വൈയും ഫംഗ്ഷൻസും ആവാമെന്ന് പറഞ്ഞിരുന്നു. സോ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് മാത്രമാവുന്ന കേസിലുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മുടെ സെക്കൻഡ് ഓർഡർ ലീനിയർ PDന്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ആൻഡ് ദ കോഎഫിഷ്യൻസ് A, B, C, D, E, F ആൻഡ് G ആർ കോൺസ്റ്റന്റ്സ്. അത് മസ്റ്റ് ആണ് കേട്ടോ, കോൺസ്റ്റന്റ് ആവണം. ഇൻ ടേംസ് ഓഫ് എക്സിനും വൈയുള്ള ഫംഗ്ഷൻ ആവരുത്. കോൺസ്റ്റന്റ്സ് ആണെങ്കിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഈ ലീനിയർ PDനെ 3 ടൈപ്പായിട്ട്. ഫസ്റ്റ് പറയുന്നത് ഈ B അല്ലേ, B എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ (2u/(y)² കോഎഫിഷ്യന്റ്, B എന്ന് പറയുമ്പോൾ (2u/(x)∂y) കോഎഫിഷ്യന്റ്, C എന്ന് പറഞ്ഞാൽ (2u/(y)² കോഎഫിഷ്യന്റ്. ഈ 3 കോഎഫിഷ്യന്റേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് B² - 4AC ഈസ് ഗ്രേറ്റർ ദാൻ 0, then the partial differential equation is hyperbolic, and if B² - 4AC equal to 0, then the partial differential equation is parabolic, and if B² - 4AC is less than 0, then the partial differential equation is elliptic. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയുള്ളൂ. ഏതെങ്കിലും ഒരു ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മളോട് അത് ഏത് ടൈപ്പ്, എലിപ്റ്റിക് PD ആണോ അതല്ലെങ്കിൽ ഹൈപ്പർബോളിക് PD ആണോ അങ്ങനെയാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ B² - 4AC എന്നുള്ള ഈ ഒരു ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ PD എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് PD ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ പരാബോളിക് PD ആയിരിക്കും. ആൻഡ് ഈ B² - 4AC എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ അതൊരു എലിപ്റ്റിക് PD ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മിക്കണം. റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആവുന്ന കേസിലാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർമ്മയിലിരിക്കുക. നമുക്കൊരു 1-2 പ്രോബ്ലംസ് അങ്ങനത്തെ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ: ക്ലാസിഫൈ ദ ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് ഹൈപ്പർബോളിക്, പരാബോളിക് ഓർ എലിപ്റ്റിക്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് വൺ ചെയ്ത് നോക്കാം. Given partial differential equation is (2u/(x)² plus (2u/(x)∂y plus (2u/(y)² equal to 0. Comparing with the general form of second order
linear PD we get നമ്മൾ ഈ സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. എ ബി ബി മാറിപ്പോരുതിട്ട്. എ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ്. ബി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈയുടെ കോയിഫിഷ്യന്റ്. സി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ്. അങ്ങനെയാണ്. ആ രീതിയിൽ തന്നെ ഓർക്കാൻ മാറിപ്പോരുത് ബിയും സിയും ഒന്നും തമ്മിൽ. അപ്പോൾ എന്താണ് കമ്പയറിംഗ് വിത്ത് ദി ജനറൽ ഫോം ഓഫ് ലീനിയർ സെക്കൻഡ് ഓർഡർ പി ഡി വി ഗെറ്റ് എ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താണ് 1 ആണ്. എ ഈക്വൽ ടു 1. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈയുടെ കോഫിഷ്യന്റ് ആണ്. ദാറ്റ് ഈസ് ആൾസോ 1. ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ആണ് 1 അല്ലേ. ബാക്കിയുള്ള കോഫിഷ്യൻ ടേംസ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള ടേംസ് ഒക്കെ സീറോ കോഫിഷ്യൻസ് ഒക്കെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത് 0 ആയിട്ട് എടുക്കാം. ഓക്കെ. ഡി ഈക്വൽ ടു ഇ ഈക്വൽ ടു എഫ് ഈക്വൽ ടു ആൻഡ് ജി ഈക്വൽ ടു 0. ഓക്കെ. Now consider b square minus 4ac. Okay. b എന്ന് പറയുന്നത് 1 ആണ്. സോ 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്. സി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 1 മൈനസ് 4 ഇസ് ഈക്വൽ ടു മൈനസ് 3 വിച്ച് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ if b square minus 4ac is less than 0 then the partial differential equation is elliptic എന്നാണ് പറയുന്നത്. So b square minus 4ac is less than 0, which implies that partial differential equation is elliptic. Okay. ഇത്രേ എഴുതാനുള്ളൂ. സിമ്പിൾ ആയിട്ട് ജസ്റ്റ് b square minus 4ac എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ സൈൻ നോക്കുക. സൈൻ അനുസരിച്ച് ഹൈപ്പർബോളിക് ആണോ പരാബോളിക് ആണോ എലിപ്റ്റിക് ആണോ എന്ന് എഴുതാം. ഓക്കെ. സെക്കൻഡ് വൺ, given partial differential equation is dou square u by dou x square plus 6 into dou square u by dou x dou y plus 9 into dou square u by dou y square equal to 0. So comparing with the second order linear partial differential equation, we get a equal to coefficient of dou square u by dou x square, that is 1. And b is equal to coefficient of dou square u by dou x dou y, which is equal to 6. And c is equal to coefficient of dou square u by dou y square, which is 9. ബാക്കിയുള്ള ടൈംസ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ എഴുതാം d equal to e equal to f equal to g equal to 0. Okay. Now consider b square minus 4ac. ബി എന്ന് പറയുമ്പോൾ 6 ആണ്. 6 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1, സി എന്ന് പറഞ്ഞാൽ 9. അതിൽ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ 36, 4 ഇൻറ്റു 9 എന്ന് പറഞ്ഞാലും 36, 36 മൈനസ് 36 ഈക്വൽ ടു 0. That is b square minus 4ac equal to 0 implies that partial differential equation is എന്താണ് parabolic. Next given differential equation is dou square u by dou x square is equal to 9 into dou square u by dou x dou y. Dou square u by dou x square is equal to 9 into dou square u by dou x dou y. Okay. ഇതിന് സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് എന്തൊക്കെ കിട്ടുക? a is equal to coefficient of dou square u by dou x square എന്ന് പറയുമ്പം 1 എന്ന് കിട്ടും. Okay. And b is equal to coefficient of dou square u by dou x dou y ആണ്. പക്ഷെ ഇക്വേഷൻ ആക്കി എഴുതുമ്പോൾ അതൊക്കെ ഈ സൈഡ് ഒരേ സൈഡിൽ തന്നെയാണ്. ഓക്കെ. അപ്പം അങ്ങനെ എഴുതുന്നത് ആദ്യം അങ്ങനെ എഴുതിയാൽ മതി. നിങ്ങൾ ഈ സൈഡിലേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ് -9 ആണ്. അങ്ങനെ മാറിപ്പോകരുത്. ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ് കോഫിഷ്യന്റ് ഓഫ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ. ബാക്കിയുള്ള ഒരു ടേമും ഇല്ല. സോ സി ഈക്വൽ ടു ഡി ഈക്വൽ ടു ഇ ഈക്വൽ ടു എഫ് ഈക്വൽ ടു ജി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ. Now b square minus 4ac is equal to b square എന്ന് പറയുമ്പോൾ -9 into square minus 4 into a എന്ന് പറയുമ്പോൾ 1, 4, 1, c എന്ന് പറയുമ്പോൾ 0. that is 9 square എന്ന് പറയുമ്പോൾ
81 എന്ന് വരും, വിച്ച് ഈസ് ഗ്രേറ്റർ, ഇത് 0 ആണല്ലോ അല്ലേ. സോ 81 കിട്ടും, 81 ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹൈപ്പർബോളിക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചെയ്യുക. സിമ്പിളായിട്ട് ജനറൽ ഫോമുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. അവിടുന്ന് കോഎഫിഷ്യൻസി എയും ബിയും സിയും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ദെൻ b² - 4ac എന്നുള്ള ടേം എന്താണ് കിട്ടണമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹൈപ്പർബോളിക് ആയിരിക്കും. ഈക്വൽ ടു 0 ആണെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് പരാബോളിക്. ആൻഡ് ലെസ് ദാൻ 0 ആണെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എലിപ്റ്റിക്. ഓക്കെ, നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് എ PDE. അപ്പോൾ സൊല്യൂഷൻ ഓഫ് എ PDE എന്ന് പറയുമ്പം നമ്മൾ ഓർഡിനറിയിൽ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻ കാണാനുള്ള ഒരു മെത്തേഡൊന്നും നമ്മൾ PDEയുടെ കേസിൽ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് രണ്ട് സിമ്പിൾ ടൈപ്പ് പ്രോബ്ലംസ് മാത്രം. അതായത് സൊല്യൂഷൻ ഓൾറെഡി തന്നിട്ടുണ്ടാവും, അത് ആ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അതിന്റെ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യുക. അങ്ങനെയുള്ള പിന്നെ വേറെ ചെറിയൊരു മെത്തേഡും സൊല്യൂഷൻ കാണാനുള്ള ഒരു ചെറിയ മെത്തേഡ്, സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. സൊല്യൂഷൻ ഓഫ് എ PDE എന്ന് പറയുന്നത് നമ്മൾ ഓർഡിനറിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ, ഓർഡിനറിയുടെ കേസിലാണ് നമ്മൾ പറഞ്ഞതാണ് ആ ഗിവൺ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനും ആ ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ്സും എന്ത് ചെയ്യും, ആ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനും അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ത് ചെയ്യും, ഈ ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതിനെയാണ് നമ്മൾ ആ PDEയുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഓർഡിനറിയുടെ കേസിലും ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ചിലപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ കോമൺ ആയിട്ട് നമ്മളൊരു കോംപ്ലിമെന്ററി ഫംഗ്ഷനും ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരേ ടൈപ്പുള്ള സൊല്യൂഷൻ തന്നെ ആയിരിക്കും. ചില കേസിൽ മാത്രമേ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്ലി എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ചില കേസിൽ എക്സിസ്റ്റ് ചെയ്യും. അതിനെ നമ്മൾ സിംഗുലാർ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളവിടെ. പക്ഷെ ഓർഡിനറിയിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് കിട്ടുക. ഓരോ ടൈപ്പ് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴും എന്താണ് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സൊല്യൂഷൻ എങ്ങനെ എത്താം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനില്ല. തിരിച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അത് അതിന്റെ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാം. ആ രീതിയിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്കുള്ളൂ ചെയ്യാനും. സോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദാറ്റ് the following functions are solutions of the two-dimensional Laplace equation dou square u by dou x square plus dou square u by dou y square equal to 0. Okay, അപ്പോൾ ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്, dou square u by dou x square plus dou square u by dou y square equal to 0. സോ നമുക്ക് 3 സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. u is equal to 2xy, u is equal to e raised to x into sin y and u is equal to x raised to 4 minus 6x square y square plus y raised to 4. ഈ മൂന്ന് ഫംഗ്ഷൻസും ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എന്ന് വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് എന്താണ്, ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് dou square u by dou x square plus dou square u by dou y square equal to 0. Here u is equal to 2xy. Okay, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കാം. ഇക്വേഷനിൽ ആവശ്യമുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ഇവിടെ dou square u by dou x square വേണം, dou square u by dou y square. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം, ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ. സോ dou u by dou x is equal to dou u by dou x എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണമെന്ന് മറന്നിട്ടുണ്ടാവില്ല വിചാരിക്കും. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്താണ്, വൈനെ എന്താ ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക. അതല്ല വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നതെങ്കിൽ എക്സിനെ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യുക. അപ്പോൾ dou u by dou x എന്ന് പറയുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് 2xy വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ് വരിക, 2y എന്ന് വരും. ഓക്കെ,
then dou u by dou y, partial derivative of u with respect to y ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. സോ dou u by dou y is equal to 2x എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്താ കിട്ടുക? ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ വൈ, സോറി ഡോ യു ബൈ ഡോ എക്സ് അല്ലേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ്. അതായത് ഈ കിട്ടിയതിന് ഒന്നും കൂടെ ചെയ്യാം എന്ന്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് എന്താണ് കിട്ടിയിട്ടുള്ളത്? നമുക്ക് 2y ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത്? 2yനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്താ കിട്ടും? നമുക്ക് 0 ആണ്. അവിടെ എക്സിന്റെ ടേംസ് തന്നെ വരുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് 0. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ത് തന്നെയാണ് കിട്ടും? നമുക്ക് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ വൈ എന്ന് കിട്ടും. ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് 2x ആണ്. സോ 2xനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. So dou square u by dou x square, hence dou square u by dou x square plus dou square u by dou y square equal to എന്താ കിട്ടുക? dou square u by dou x square എന്ന് പറഞ്ഞാൽ 0 ആണ്. dou square u by dou y square എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 plus 0 is equal to 0 ആണ് കിട്ടി. അതുകൊണ്ട് എന്താണ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇക്വേഷൻ അത് തന്നെയല്ലേ? സോ നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായി? ഈ ഗിവൺ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്തു. യു ഇസ് ഈക്വൽ ടു 2xy എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ എന്താ, ആ ഒരു ഫംഗ്ഷൻ എന്തായി? ഈ ഒരു ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യു ഇസ് ഈക്വൽ ടു 2xy എന്ന് പറയുന്നത് എന്താണ്? ഈ ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് u of xy is equal to 2xy is a solution of given partial differential equation. Okay, then next next answer u and u equal to e raised to x into sin y. u is equal to e raised to x into sin y. So dou u by dou x എന്താ കിട്ടും നമുക്ക്? dou u by dou x equal to dou by dou x of e raised to x into sin y. e raised to x into sin y നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുകയാണ്. അപ്പം നമുക്ക് റെസ്പെക്ട് എക്സിലായതുകൊണ്ട് sin y എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദെൻ ഡിഫറൻഷിയേഷൻ ഓഫ് e raised to x എന്ന് പറയുന്നത് e raised to x തന്നെയാണ് കിട്ടുക. സോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ തന്നെയാണ് e raised to x into sin y എന്നാണ്. ദെൻ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ്, ഡോ എക്സ് സ്ക്വയർ എന്താ കിട്ടുക? ഡോ യു ബൈ ഡോ ബൈ ഡോ എക്സ് ഓഫ് dou u by dou x, that is dou by dou x of dou u by dou x നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? e raised to x into sin y ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? e raised to x into sin y തന്നെയാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് dou u by dou y, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് e raised to x into sin y വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സിന്റെ ടേം കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് e raised to x is കോൺസ്റ്റന്റ്. പിന്നെ ഡിഫറൻസിയേഷൻ ഓഫ് സൈൻ വൈ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് വൈ. e raised to x into കോസ് വൈ എന്ന് കിട്ടി. നെക്സ്റ്റ് ഡോ സ്ക്വയർ യു വൈ ഡോ വൈ സ്ക്വയർ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ വൈ, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ യു ബൈ ഡോ വൈ ചെയ്തിട്ട് എന്താ നമുക്ക് കിട്ടിയത്? e raised to x into cos y ആണ് അല്ലെ? ദാറ്റ് ഈസ് എന്താ പറയുക? വിത്ത് റെസ്പെക്ട് വൈയിൽ ചെയ്യുമ്പോൾ e raised to x കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് വൈ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ. സോ നമുക്ക് കിട്ടും മൈനസ് e raised to x into sin y കിട്ടും. ഓക്കെ, ഇപ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയറും കിട്ടി, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയറും കിട്ടി. ഹെൻസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് dou square u by dou y square equal to dou square u by dou x square എന്താ കിട്ടിയിട്ടുള്ളത്? e raised to x into sin y എന്നാണ്. dou square u by dou y square equal to minus e raised to x into sin y എന്നാണ്. It is equal to 0, which implies that u of xy is equal to e raised to x into sin y is a solution of given partial differential equation. e raised to x into sin y എന്നുള്ളതും എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്?
ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് x sin y എന്താണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് വൺ മോർ ഫംഗ്ഷനും കൂടെയുണ്ട്, അതും കൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. Here u is equal to x raised to 4 minus 6x square y square plus y raised to 4. So dou u by dou x is equal to with respect to x ൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റേസ് ടു 4 എന്ന് പറയുമ്പോൾ 4x ക്യൂബ് എന്ന് വരും. പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ 6y സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 2x ആണ്. സോ 2x into 2 6 എന്ന് പറയുമ്പോൾ മൈനസ് 12x y സ്ക്വയർ എന്ന് കിട്ടും കേട്ടോ. മൈനസ് 12x y സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് y റേസ് ടു 4 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4x ക്യൂബ് മൈനസ് 12x y സ്ക്വയർ എന്ന് കിട്ടി. സോ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? പിന്നെ അഗൈൻ ഒന്നും കൂടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുക. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പം 3x സ്ക്വയർ എന്ന് കിട്ടും. സോ 3 into 4 എന്ന് പറയുമ്പോൾ 12 ആണ്. 12x സ്ക്വയർ മൈനസ് 12y സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? റെസ്പെക്ട് ടു എക്സിന് ചെയ്ത് കഴിഞ്ഞാൽ 12y സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഡോ യു ബൈ ഡോ വൈ റെസ്പെക്ട് ടു വൈയിൽ ചെയ്യാം. നമ്മൾ റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 4 ചെയ്യുമ്പോൾ 0 ആണ്. ഇവിടെ y സ്ക്വയറിന് ചെയ്യുമ്പോൾ 2y എന്ന് കിട്ടും. സോ മൈനസ് 12 6x സ്ക്വയർ y എന്ന് കിട്ടും. മൈനസ് 12 6 ഇല്ല കേട്ടോ. മൈനസ് 12x സ്ക്വയർ y പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 5 റേസ് ടു 4 എന്ന് വരും നമുക്ക് 4y ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ദെൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടെന്ന് കിട്ടും നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 12x സ്ക്വയർ പ്ലസ് ഇവിടെ y ക്യൂബിന് ചെയ്യുമ്പോൾ 3y സ്ക്വയർ എന്ന് വരും. സോ 3 into 4 എന്ന് പറയുമ്പോൾ പ്ലസ് 12y സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ കിട്ടി നമുക്ക്. സോ ഹെൻസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 12x സ്ക്വയർ മൈനസ് 12y സ്ക്വയർ ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 12x സ്ക്വയർ പ്ലസ് 12y സ്ക്വയർ. So which equal to 0. So which implies that u equal to x raised to 4 minus 6x square y square plus y raised to 4 is a solution of given partial differential equation. Okay. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് തന്നിട്ടുള്ള ഗിവൺ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അതിൻ്റെ 3 സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് യു എന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞത് യു ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഫസ്റ്റ് പറഞ്ഞ യു എന്ന് പറയുന്നത് 2xy എന്നായിരുന്നു. ദെൻ യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. തേർഡ് വൺ യു ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 മൈനസ് 6x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4. മൂന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് മൂന്നും. പക്ഷെ നമുക്കിപ്പോൾ വെരിഫൈ ചെയ്ത് എന്താണ്? മൂന്നും ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണെന്നാണ്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റിയാണ് അത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒരേ പി ഡി ഇക്ക് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ടൈപ്പ് പ്രോബ്ലംസ് എന്താണ് കൂടുതലായിട്ട് ടെക്സ്റ്റിലുണ്ട്. നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ വേറൊരു സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.